ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകമാണ്. ഇംഗ്ലീഷിൽ യൂണിറ്റ് 3 എംബ്രേസിംഗ് ഡിഫറൻസസിലെ ആദ്യ ചാപ്റ്റർ 6 ഡോട്ട്സ് ആണ്. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻസും മീനിങ്ങും ഉൾപ്പെടുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എംബ്രേസിംഗ് ഡിഫറൻസസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. യൂണിറ്റ് 3 ആണ്. ആദ്യം തന്നെ ദ ഡോർവേ എന്ന് പറഞ്ഞിട്ട് ലുക്ക് അറ്റ് ദ സൈൻസ് ബിലോ. നമുക്ക് കുറച്ച് സൈനൊക്കെ തന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഡു ദീസ് സൈൻസ് മീൻ? അതിൻ്റെ ആൻസർ അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതണ്ട. ചിലവർക്ക് അത് ഫുള്ളായിട്ട് എഴുതാൻ പറയുമായിരിക്കും സ്കൂളിൽ. അല്ലാത്ത പക്ഷം ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഞാൻ ഈ റെഡിൽ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ആ സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ തന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇതിന് നോട്ട് ചെയ്താൽ മതി. ദ സൈൻ ഷോൺ ദി ഇമേജസ് റെപ്രസെൻറ്റ് ആക്സസിബിലിറ്റി സിമ്പിൾസ് കോമൺലി ഫൗണ്ട് ഇൻ പബ്ലിക് പ്ലേസസ്. ആദ്യത്തെ സിമ്പിൾ എൻട്രൻസ് എക്സിറ്റിൻ്റെ സിമ്പിളാണ്. ആക്സസിബിൾ എൻട്രൻസ് എക്സിറ്റ്. അതായത് നെക്സ്റ്റ് ഇതാണ് അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഹിയറിംഗ് ഇമ്പയർഡ് ആക്സസ് ആണ്. അതായത് ഫസ്റ്റത്തെ ആക്സസിബിൾ എൻട്രൻസ് എക്സിറ്റിൽ ദി സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ആൻ ആക്സസിബിൾ എൻട്രൻസ് ഓർ എക്സിറ്റ് ഓഫൻ യൂസ്ഡ് ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് മൊബിലിറ്റി ചാലഞ്ചസ് ഓർ ദോസ് യൂസിങ് വീൽ ചെയർസ്. രണ്ടാമത്തെ ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അതായത് ചെവി കേൾക്കാത്ത ആ സൗണ്ട് വേവ്സിൻ്റെ ആണ്. സിഗ്നിഫൈസ് ഫെസിലിറ്റീസ് ഓർ സർവീസസ് ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് സച്ച് എസ് ഹിയറിംഗ് ലൂപ്സ് ഓർ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിട്ടേഷൻ. മൂന്നാമത്തെ സിമ്പിൾ വിഷ്വലി ഇമ്പയർഡ് ആക്സസ് ആണ്. ദി സിമ്പിൾ ഓഫൻ ഷോയിങ് എ പേഴ്സൺ വിത്ത് എ കെയിൻ ഓർ ഗൈഡ് ഡോഗ്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സൈനാണത്. നാലാമത്തെ വീൽ ചെയർ ആക്സസിബിൾ ആണ്. ദി സിമ്പിൾ കോമൺലി നോൺ ആസ് ദി ഇന്റർനാഷണൽ സിമ്പിൾ ഓഫ് ആക്സസ് ഡിനോട്ട്സ് ഫെസിലിറ്റീസ് ഓർ ഏരിയാസ് ദാറ്റ് ആർ ആക്സസിബിൾ ടു ഇൻഡിവിജ്വൽസ് യൂസിങ് വീൽ ചെയർ. അപ്പോൾ ഇതാണ് ആ 4 സിമ്പിൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ഡു യു തിങ്ക് ദീസ് സൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? ഇതെന്തിനാണ് പബ്ലിക് പ്ലേസസിൽ ഈ സൈൻസ് അതെന്തിനാണെന്നുള്ളതാണ് ആൻസർ. ഇതിലെല്ലാം വേണ്ട, ഇത് മാത്രം മതി. അതായത് ഈ ബോൾഡഡ് ലെറ്റേഴ്സിലുള്ളത് മാത്രം മതി. നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഞാൻ അണ്ടർലൈൻ ചെയ്തത് മാത്രം എഴുതുക കേട്ടോ. പ്രൊമോട്ടിങ് ഇൻക്ലൂസിവിറ്റി, providing information, ensuring safety, raising awareness, legal compliance. അപ്പോൾ നമ്മൾ ആ രണ്ടും ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ബാക്കി ഇതിൻ്റെ സെൻറ്റൻസ് എഴുതിയെടുക്കുക കേട്ടോ. ആവശ്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി. എല്ലാവർക്കും ഇത് ആവശ്യം വരില്ല. അതുകൊണ്ടാണ് അത് പറയാതെ പോകുന്നത്. അടുത്തത് 6 ഡോട്ട്സിലെ ആദ്യ ക്വസ്റ്റ്യൻ. വാട്ട് കോസ്ഡ് ലൂയിസ് ടു ലോസ് ഹിസ് സൈറ്റ്? ലൂയിസിന് എങ്ങനെയാണ് കാഴ്ച നഷ്ടമായത്? ലൂയിസ് ലോസ്റ്റ് ഹിസ് സൈറ്റ് ആണിത്. SIGHT ആണ് കേട്ടോ. Lost his sight due to an accident during his childhood. He was playing with his father's awl, a sharp tool which proved too sharp and injured his eyes, leading to blindness. Next, what sounds did Louis hear when he sat by the window? ആ ജനലിൻ്റെ അരികിൽ ഇരുന്നപ്പോൾ എന്തൊക്കെ സൗണ്ടാണ് ലൂയിസ് കേട്ടതെന്നാണ്. ക്ലാങ് ക്ലാങ്, clang bang kish kish, that was papa in his shop. Swoosh swish swoosh swish, long skirted ladies hurrying to market. Clam 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 stomp, soldiers marching down the street. പിന്നെ ഗർ റഫ് എന്ന സൗണ്ട് കേട്ടു. ദ നൈബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻ ടു ടൈറ്റ്. അപ്പോൾ ഇത് 3 സൗണ്ടുകൾ വരുന്നത്. 4 സൗണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഡിഡ് ലൂയിസ് ബ്രദർ സിസ്റ്റേഴ്സ് ആൻഡ് പപ്പ ഹെൽപ്പ് ഹിം റീഡ്? ലൂയിസിൻ്റെ അച്ഛനും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എങ്ങനെയാണ് അവനെ റീഡ് ചെയ്യാനൊക്കെ സഹായിച്ചതെന്നാണ്. ഹിസ് ബ്രദർ ടോട്ട് ഹിം ടു വിസിൽ. സിസ്റ്റേഴ്സ് മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ്. ഹിസ് പപ്പ മെയ്ഡ് എ വുഡൻ കെയിൻ and made letters of the alphabet with leather strips or by pounding round-topped nails into boards.
Next question. How did Louis learn to experience the world around him without sight? കാഴ്ചയില്ലാണ്ട് എങ്ങനെയാണ് ചുറ്റുപാടുകളെ അറിഞ്ഞത്? He learned to recognize trees by their touch, flowers by their scent, and birds by their song taught by the village priest. ഈ ഫുൾ സ്റ്റോപ്പിന് ശേഷം ആദ്യം വരെ ലെറ്റർ ക്യാപിറ്റൽ ആവണം. ഇത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആവാതെ പോയതാട്ടോ. ഹി പ്ലേഡ് ഡൊമിനോസ് വിത്ത് മാമൻ ആൻഡ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് ഹിസ് ഫിംഗർ ടിപ്സ് ടു അണ്ടർസ്റ്റാൻഡ് നമ്പേഴ്സ് ആൻഡ് പാറ്റേൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How did Louis initially learn to read at the Royal School for Blind? എങ്ങനെയാണ് റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡിൽ ഇനീഷ്യലി റീഡ് ചെയ്യാൻ പഠിച്ചു തുടങ്ങിയത്? At the Royal School for the Blind, Louis initially learned to read by tracing raised letters on a board with his fingers, guided by a teacher in the library. This method was similar to how he had previously practiced with letters made by his father at home. What was the major challenge Louis faced at the Royal School for the Blind? The board was long. എന്തായിരുന്നു റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡിൽ അവൻ ഫേസ് ചെയ്ത പ്രശ്നം, ഫേസ് ചെയ്ത ചലഞ്ച് എന്തായിരുന്നു? ആ ബോർഡ് ലോങ് ആയിരുന്നു. ദ ലെറ്റേഴ്സ് വെർ ടു ലാർജ്. പിന്നെ ലെറ്റേഴ്സ് വളരെ വലിയ വലിയ ലെറ്റേഴ്സ് ആയിരുന്നു. ഹി ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. ദ വേർഡ്സ് വെർ ആസ് ലാർജ് ആസ് ഹിസ് ഹാൻഡ്. എ സെൻറ്റൻസ് ടുക്ക് അപ്പ് എ ഹാഫ് പേജ്, സോ ഹി കുഡിൻ റീഡ് മച്ച്. എന്തായിരുന്നു? വലിയ വലിയ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു പേജിൽ തന്നെ കുറച്ച് സെൻറ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കൂടുതലായിട്ട് വായിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവന് കൂടുതൽ വായിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ വലിയ വലിയ ലെറ്റേഴ്സ് ആയതുകൊണ്ട് അതിന് സാധിച്ചില്ല കേട്ടോ. വാട്ട് വാസ് പെക്യുലർ അബൌട്ട് ദ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻസ് കോഡ്? എന്താ ആൻസർ? ഇറ്റ് വാസ് റീഡ് ബൈ ടച്ച്, നോട്ട് ബൈ സൈറ്റ്. തൊട്ടിട്ടാണ് നമ്മളത് തിരിച്ചറിയുക, കണ്ടിട്ടല്ല. ഹൗ വാസ് ദ കോഡ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ്? സാധാരണ ആൽഫബറ്റിൽ നിന്ന് കോഡ് എങ്ങനെയായിരുന്നു വ്യത്യസ്തമായിരുന്നത്? ദ കോഡ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ് ബിക്കോസ് ഇറ്റ് സ്റ്റുഡ് ഫോർ സൗണ്ട്സ്, നോട്ട് ലെറ്റേഴ്സ്. നെക്സ്റ്റ്, വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദ ന്യൂ കോഡ്? ന്യൂ കോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓൺലി 6 dots. It is used only 6 dots മതി. The dots were arranged in 2 columns like dominoes each. Columns like dominoes each don't pattern. Dominoes each ആണ്. പിന്നെ അതുപോലെ തന്നെ dominoes each don't pattern stood for a letter of the alphabet. ഒരു മിനിറ്റ്, ഇതിൽ ഇത് ഡോട്ടാണ്, ഡോണ്ട് അല്ല. അത് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി 6 dots. ദ ഡോട്ട്സ് വെർ അറേഞ്ച്ഡ് ഇൻ 2 columns like dominoes each. Dots pattern stood for a letter of the alphabet. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ അതർ സ്റ്റുഡൻസ് റിയാക്ട് ടു ലൂയിസ് ന്യൂ സിസ്റ്റം? ലൂയിസ് കണ്ടുപിടിച്ച പുതിയ സിസ്റ്റത്തിൽ മറ്റു കുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്തു? അതർ സ്റ്റുഡൻസ് റിയാക്റ്റഡ് വിത്ത് enthusiasm and excitement. They quickly embraced it, finding it so easy and so fast. They expressed their joy at being able to read words and write letters like everyone else. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യനും ഡോർവേയിലുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.